നന്ദന ബിസിനസ് സ്ഥാപനങ്ങളിൽ പോകുന്നതിനെ എതിർക്കുന്ന പ്രതാപവർമ്മ. വസുന്ധരയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രതാപവർമ്മയ്ക്ക് ഉത്തരങ്ങളില്ലാതാവുന്നു. നന്ദനയെ നിലയ്ക്ക് നിർത്താൻ പ്രതാപവർമ്മ ഉദയനോട് പറയുന്നു. നന്ദനയുടെ പേരിലുള്ള വസ്തുക്കളും ബാങ്കിലുള്ള പണവും ഉദയവർമ്മയുടെ പേരിലാക്കണമെന്ന് ഉദയനോട് പറയുന്ന പ്രതാപവർമ്മ. ബിസിനസ് കാര്യങ്ങളിൽ നന്ദന കൈകടത്തേണ്ട കാര്യമില്ലെന്ന് ഉദയവർമ്മ. ഇനി തുടർന്ന് കാണുക. അതിന് കുറച്ച് കറക്ഷൻ വരും. അതെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. ഉദയേട്ടന് സിനിമാ ഫീൽഡിൽ ആരെങ്കിലും പരിചയമുണ്ടോ? എന്താ? ഏട്ടന് സിനിമാ ഫീൽഡിൽ ആരെങ്കിലും അടുപ്പക്കാരുണ്ടോ എന്ന്. അത്യാവശ്യം ചില സൗഹൃദങ്ങളുണ്ട്. അല്ല, യതീന്ദ്രൻ എന്താ സിനിമയിൽ അഭിനയിക്കാൻ പോവാണോ? അഭിനയിക്കാനല്ല, ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്താലോ എന്ന് ആലോചിക്കുക. ഇനി അതിന്റെ കുഴപ്പമേ ഉള്ളൂ. നിനക്ക് എന്താ യതീന്ദ്ര? ഒരാള് നാടകമൊന്നും പറഞ്ഞ് നടന്നിട്ട് ഇപ്പോഴാ ജീവിക്കാൻ തുടങ്ങുന്നത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞു മക്കളുമായി. ഇനിയിപ്പൊ ആര് പറഞ്ഞിട്ടാ യതിക്ക് സിനിമ നിർമ്മിക്കാൻ മോഹം തുടങ്ങിയത്? ആരും പറഞ്ഞിട്ടൊന്നുമല്ല, മോഹം കയറിയിട്ടുമല്ല. എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണ്ടേ? ജീവിക്കണമല്ലോ. ഇപ്പൊ നീ ചെയ്യുന്ന തൊഴിലല്ലേ, അതോ ബിസിനസിന്റെ മേൽനോട്ടം നിനക്ക് മടുത്തോ? മടുപ്പൊന്നുമില്ല, പക്ഷേ കുടുംബം വക ബിസിനസ്സിൽ തുടരണമെന്നൊരു സംശയം. അല്ല യതീന്ദ്ര, നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? ഇത്രയും നാൾ നടത്തിക്കൊണ്ടുവന്ന ബിസിനസ് ഇനിയും തുടരണ്ടാന്നോ, അതോ എല്ലാം നശിച്ചു പോട്ടേന്നോ? എനിക്ക് മനസ്സിലാകുന്നില്ല നീ പറയുന്നത്. നശിച്ചു പോവാതെ എല്ലാം ഇത്രയും നാളും കൊണ്ടു നടന്നത് ഞാനാണെന്ന് അമ്മ സമ്മതിച്ചുവല്ലോ. അത്രയും ആശ്വാസം. ഡിഗ്രി പഠിത്തം കഴിഞ്ഞപ്പോ സ്ഥാപനങ്ങളുടെ താക്കോല് നിന്നെ ഏൽപ്പിച്ചത് ഞാനാ. ഉദയൻ എനിക്ക് വിശ്വാസമില്ലഞ്ഞിട്ടല്ല, നാടകക്കമ്പം തലയ്ക്ക് പിടിച്ച് നടക്കുകയായിരുന്നില്ലേ ഇവൻ. ഏട്ടൻ നാടകത്തിന്റെ പുറകെ അലഞ്ഞപ്പോ ഞാൻ ബിസിനസിന്റെ പുറകെയായിരുന്നു. ചെറുപ്പം ആഘോഷിക്കാനോ ആസ്വദിക്കാനോ സമയം കിട്ടിയില്ല. കട കച്ചവടം എന്ന് പറഞ്ഞ് എന്റെ നല്ല പ്രായം ഹോമിച്ചു. അതൊന്നും ഇവിടെ ആരും നിഷേധിക്കുന്നില്ലല്ലോ. പിന്നെ എന്തിനാ യതീന്ദ്രൻ ബിസിനസ്സിൽ നിന്ന് മാറി സിനിമ പിടിക്കാൻ പോകുന്നത്? ഉദയേട്ടന്റെ ജോലി കൂടിയാ ഇക്കാലം അത്രയും ഞാൻ ചെയ്തത്. നമ്മുടെ മുഴുവൻ സ്റ്റാഫിനെയും ഒരു കുടക്കീഴിൽ നിർത്തി എല്ലാം ഞാൻ മാനേജ് ചെയ്തു. എന്നിട്ടിപ്പോ ഒരു സുപ്രഭാതത്തിൽ മറ്റൊരാൾ കയറി ഭരിക്കാൻ വരാമെന്ന് വെച്ചാ എന്താ അതിന്റെ അർത്ഥം? MD-ക്ക് വേണ്ടിയുള്ള ക്യാബിനിൽ മാനേജിംഗ് പാർട്ട്നേഴ്സിനായി 2 ചെയറുകളുണ്ട്. ഒരു ചെയറിൽ ഞാനിരിക്കും, മറ്റേ ചെയറിൽ അമ്മയ്ക്ക് വന്നിരിക്കാം, വേണമെങ്കിൽ ഉദയേട്ടനും വന്നിരിക്കാം. അല്ലാതെ ഏട്ടന്റെ ഭാര്യ ഇരിക്കാൻ വന്നാല് ഞാൻ പിന്നെ അവിടെ ഉണ്ടാവില്ല. ഓഫീസ് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ആ ചെയറിലിരിക്കാൻ വന്നിട്ടില്ല. ഒരു ചെയറിലും കടന്നിരിക്കാൻ എനിക്കൊരാഗ്രഹവും ഇല്ല. ഞാൻ എൻ്റെ അമ്മയോടും ചേട്ടനോടുമാണ് സംസാരിക്കുന്നത്. ഈ വിഷയം യതീന്ദ്രൻ എന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ആർക്കും ഒരധികാരവും കൽപ്പിച്ചു കൊടുത്തിട്ടില്ല. മറുപടി പറയാനുള്ള ബാധ്യത എനിക്കായിരിക്കുന്നു. ഞാൻ തന്നെ പറയാം. നന്ദനെ ചുമതലകൾ ഏൽപ്പിച്ചത് ഞാനാ. മകൻ കേൾക്കാത്തത് മരുമകള് കേട്ടു. അതിനെന്താ ഇപ്പൊ കുഴപ്പം? ഈ മരുമകൾ വന്നിട്ട് ഇത്രയ്ക്കിത്ര നാളെ ആയിട്ടുള്ളൂ. വർഷങ്ങളായിട്ട് ഇവിടെ മറ്റൊരു മരുമകളുണ്ട്, എൻ്റെ ഭാര്യ കാർത്തികയ്ക്ക്. അമ്മ ഇതുവരെ എന്തെങ്കിലും ചുമതലകൾ കൊടുത്തിട്ടുണ്ടോ? അതെന്താ, എൻ്റെ ഭാര്യ ഇവിടുത്തെ അംഗമല്ലേ, അതോ 2ാം തരക്കാരിയാണോ? അല്ല, കാർത്തികയുടെ ഭർത്താവായി നീ ബിസിനസ്സിൽ സജീവമായി നിൽക്കുന്നുണ്ട്. പക്ഷെ നന്ദനയുടെ ഭർത്താവിന്റെ കാര്യം അതല്ല. അപ്പൊ ഉദയന്റെ കുറവ് അവള് നികത്തണം. യതീന്ദ്രന് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. നിനക്ക് മുകളിലായി ഒരു അധികാരവും സ്ഥാപിക്കാൻ നന്ദന വരില്ല. എനിക്ക് ഈ കുട്ടിയെപ്പറ്റി അറിയാം, നിങ്ങളെക്കാളും നന്നായിട്ട് അറിയാം. അതമ്മയുടെ തോന്നല. വന്ന ദിവസം തന്നെ ഷോറൂം മാനേജറെ പിണക്കിയ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ.
പിറ്റേന്ന് സ്റ്റാഫ് എല്ലാം കൂടി സമരം ചെയ്യുമെന്ന് നീ പറഞ്ഞു. എന്നിട്ട് എന്തായി? ജോലിക്കാരെ ശാസിക്കേണ്ടതുപോലെ ശാസിക്കണം, സ്നേഹിക്കുകയും വേണം. ശാസിക്കാനുള്ള അർഹത നമുക്കുണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. അമ്മ എന്തോ അർത്ഥം വെച്ചാണല്ലോ അങ്ങനെ പറഞ്ഞത്. ഞാൻ ഒരു ദുരർത്ഥവും ഉദ്ദേശിച്ചിട്ടില്ല. ഇതുവരെ പറഞ്ഞ അത്രയും കേട്ടല്ലോ. മോളുടെ അഭിപ്രായം എന്താ? ഞാൻ സംസാരിക്കണ്ടെന്നാ യതിയേട്ടൻ പറഞ്ഞത്. എന്ന് കരുതി നിനക്ക് നിന്റെ അഭിപ്രായം പറയണ്ടേ? അത് കൊള്ളാലോ. എനിക്ക് എന്റെ ഭർത്താവിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഒരു ദിവസമെങ്കിലും നമ്മുടെ ടെക്സ്റ്റൈൽസിലേക്ക് ഒന്ന് വരണം. മറ്റ് ഓഫീസിലും പോണം. ഒന്ന് കാണണമെന്ന് സ്റ്റാഫിൽപ്പെട്ട പലർക്കും ആഗ്രഹമുണ്ട്. ഇന്നാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇറങ്ങായിരുന്നു. പോകുന്ന വഴിക്ക് ഒരിടത്ത് എനിക്കൊരു 5 മിനിറ്റ് തരണം. അമ്പലത്തിലേക്കാണോ മോളെ? ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ശിവക്ഷേത്രത്തിനടുത്ത് ഒരു ചെറിയ തുണിക്കടയുണ്ട്. കഴിഞ്ഞ ദിവസം വരുമ്പോ അവിടെ ചില നല്ല സെലക്ഷൻസ് കണ്ടു. എവിടെ നിന്നാ അവർ തുണിയെടുക്കുന്നതെന്ന് ഒന്ന് അറിഞ്ഞിരിക്കാലോ. അതെ, എന്താ ഇന്ന് പോവാൻ പറ്റൂ? താൻ എന്നെയും കൊണ്ടേ പോവൂ. എനിക്ക് സൗകര്യമില്ല. നന്ദന ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആവാൻ പോണ്ട. ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. എന്നാ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവിടാൻ പറയാമേ. ആ, അതന്നെ നല്ലത്. ഉദയ, ഉദയ, എടാ ചുമ്മാതമ്മേ. കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുകയാണല്ലോ നിങ്ങളുടെ ചേട്ടത്തിയമ്മ. അവളിൽ കുത്തുകുത്തിയത് കേട്ടില്ലേ? അമ്പലത്തിനടുത്തുള്ള ഗാർമെന്റ്സിൽ നല്ല സെലക്ഷൻ കണ്ടുപോലും. കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അതല്ലേ ഞാൻ അപ്പോഴേ എനിക്ക് പോന്നത്. എന്റെ ആങ്ങളയുടെ കടയാണതെന്ന് നന്ദന കണ്ടുപിടിച്ച് കാണൂ ഏരിയേട്ടാ. എനിക്ക് സംശയമുണ്ട്. ടൗണിൽ പോയിട്ട് അവൾ ആ കട മാത്രം നോട്ട് ചെയ്യാന്ന് വെച്ചാ തന്നെയല്ല. ആ കാര്യം പറഞ്ഞപ്പോ നന്ദന അമ്മയെ ഒരുമാതിരി നോട്ടം നോക്കുന്നുണ്ടായിരുന്നു. സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നന്ദന അമ്മയോടത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള ഇരിപ്പ് അങ്ങനെയാണല്ലോ. നന്ദന വരുന്നത് വരെ നിങ്ങളുടെ അമ്മയ്ക്ക് എന്താവശ്യത്തിനും കാർത്തിക വേണമായിരുന്നു. നാഴികയ്ക്ക് 40 വട്ടം കാർത്തികേയനായിരുന്നു വിളി. ഇപ്പൊ ഏതിനും നന്ദന മോള് മതി. നേരത്തെ അത് മുന്നിൽ കണ്ട് നിൽക്കണമായിരുന്നു. ഏരിയേട്ടാ, കുറ്റപ്പെടുത്തിയതല്ല കാർത്തികേ. ഇനിയായാലും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ അപകടമാ. അത് നീ ഒന്ന് മനസ്സിലാക്ക്. കുന്നത്തൂർ ടെക്സ്റ്റൈൽസിൽ നമ്മൾ നടത്തുന്ന ഇടപാടുകളൊക്കെ നന്ദന പൂർണ്ണമായി അറിഞ്ഞിരിക്കാൻ വഴിയില്ല. എങ്കിൽ അവളത് അമ്മയുടെ ചെവിയിൽ എത്തിച്ചിട്ട് ഇതിനോടകം അമ്മ നമ്മളെ വിളിച്ച് ചോദ്യം ചെയ്തേനെ. അതെ, കൂടുതൽ കെയർഫുൾ ആയിരിക്കുക. അതാ ഇനി ചെയ്യാനുള്ളത്. ഞാനൊരു അഭിപ്രായം പറയട്ടെ. എന്താ? ആൺമക്കൾക്ക് 2 പേർക്കും തുല്യ സ്ഥാനമാണ് ഇവിടെയെന്നല്ലേ അമ്മ പറയാറ്? അങ്ങനെയാണെങ്കിൽ മരുമക്കൾക്കും തുല്യതയായിരിക്കണം. നന്ദനെ പോലെ ഞാനും കടയിലും ഓഫീസിലും മറ്റും വന്നാലോ? വന്നിട്ട് ഓഫീസിലെ 2 കസേരകളിൽ ഒന്നിൽ നന്ദന ഇരിക്കട്ടെ, മറ്റേ കസേരയിൽ ഞാനും ഇരിക്കാം. ഒപ്പത്തിനൊപ്പം ഇരുന്ന് മത്സരിക്കാനാണോ കാർത്തികയുടെ ഭാവം? ബുദ്ധിയുടെ കാര്യത്തിലേ നന്ദന വളരെ ഷാർപ്പാ. ഓ, അപ്പൊ ഞാൻ ബുദ്ധിയില്ലാത്തവളായി എന്നല്ല, പ്രായോഗിക ബുദ്ധിയിൽ നന്ദനയോടൊപ്പം പിടിച്ചേക്കാൻ ബുദ്ധിമുട്ടാ.
എല്ലാ അടവുകളും പയറ്റിയിട്ടാ അവള് വന്നിരിക്കുന്നത്. എങ്കിൽ അവളെ ഒതുക്കാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കേ. ആങ്ങളുടെ തുണിക്കടയിൽ നന്ദന പരിശോധനയ്ക്ക് എങ്ങാനും കയറി ചെല്ലുവെന്ന എന്റെ പേടി. നീ അതും ഇതും പറഞ്ഞ് വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ. നന്ദനെ ഒതുക്കാൻ എന്താ വഴിയെന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. അവള് മുറത്തി കയറി കൊത്താൻ തുടങ്ങിയെന്നല്ലേ നീ പറഞ്ഞത്? അമ്മയെ ഉദയേട്ടനെ ഇംപ്രസ് ചെയ്യിക്കാൻ തുടക്കത്തിലൊരു ആവേശം കാണിക്കുന്നതായിരിക്കും. ഇനി അതല്ല, കൊത്തി കൊത്തി മുന്നേറാനാണ് ഭാവമെങ്കിൽ ഇനി അവൾ ആ മുറം കാണില്ല. നേരെ നിന്ന് കൊത്താൻ തല ഉയരുകയുമില്ല. കൊന്നുകളയാനാണോ? കൊല്ലാതെ കൊല്ലാനുള്ള ചില വിദ്യകളും ഉണ്ട്. എഴുന്നേറ്റോ സാർ? ഇന്ന് നേരത്തെ ആണല്ലോ. നേരത്തെ എഴുന്നേറ്റവും കുറ്റമാണോ? എന്നാ പോയി കിടന്നുറങ്ങിയേക്കാം. ഇതിന് ചൂടുമില്ല മധുരമില്ല. ഇന്നാ ഇഷ്ടം പോലെ പഞ്ചസാര എടുത്തിട്ട് കുടിക്ക്. ചായ വേണേ ഒന്നുകൂടെ ചൂടാക്കി തരാം. അയ്യോ, ബുദ്ധിമുട്ടുണ്ട. മനുഷ്യേ, ഇന്ന് കറണ്ട് ചാർജ് അടയ്ക്കണം. അവസാനത്തെ ദിവസം. ആ, അടയ്ക്കാം. എടാ, നീ കടയിൽ പോകുന്ന വഴിക്ക് അടയ്ക്കണമെന്ന് പറഞ്ഞത്. 375 രൂപ. 375 രൂപയോ? എന്റെ ഒന്നുമില്ല. പിന്നെ എങ്ങനെ? ആ, അതൊന്നും എനിക്കറിഞ്ഞൂടാ. അല്ലെങ്കിലും 375 രൂപ കറണ്ട് ബിൽ എങ്ങനെ വന്നു? അതെ, ചെലവ് കുറയ്ക്കണം കേട്ടോ. അതെ, മനഃപൂർവ്വം ആരും ചെലവ് കൂട്ടുന്നില്ല. വൈകിട്ട് 6 മണി മുതൽ 10:30 വരെ ഞാൻ എന്നും ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് ഇരിക്കാറ്. പിന്നെ ദിവസവും രാവിലെ നിന്റെ തുണി തേക്കാറുണ്ട്. പിന്നെ പാതിരാത്രി വരെ നിന്നെയും കാത്തിരുന്ന് മുൻവശത്ത് ലൈറ്റ് വിടുന്നുണ്ട്. അതാ ബില്ല് കൂടിയത്. ആര് പറഞ്ഞു കാത്തിരിക്കണമെന്ന്? ദേ, ഇന്ന് മുതൽ അങ്ങനെ ആരും ആത്മാർത്ഥത കാണിക്കണ്ട. എന്നാലും നേരത്തെ വീട്ടിൽ വരാൻ നിനക്ക് വയ്യ അല്ലേ? ആ, ഇല്ല. ഡാ, അപ്പൊ കറണ്ട് ചാർജിന്റെ കാര്യോ? എന്റെ കയ്യിലില്ല. എനിക്കിട്ട് അറിയേയില്ല. എന്തൊരു ജന്മ ഇത്! മനീഷേ, എടങ്ങി വന്നേ. എന്തോന്നു? ഇതോടെ എടുക്കാൻ വയ്യായിരുന്നോ? എന്ത്? ഇതിനകത്ത് ഞാൻ വെച്ചിരുന്ന പൈസ എവിടെന്ന്? പൈസയാ? നുള്ളിയും പെറുക്കി ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. അത്യാവശ്യത്തിന് എടുക്കാൻ 100-400 രൂപ കാണും. അതെങ്കിൽ താ മനുഷ്യൻ. ഞാൻ എടുത്തിട്ടില്ലാന്ന്. ഡാ, പൈസ തരാൻ. ഞാൻ എടുത്തില്ലെന്നേ. കാണാത്ത കാശ് എങ്ങനെയാ എടുക്കുന്നത്? പിന്നെ ഇത് എവിടെ പോയി? നീ എടുത്തോ ഇതിനകത്ത് വെച്ചിരുന്ന രൂപ? ഇല്ല, ഞാൻ കണ്ടില്ല. പിന്നെ കള്ളന്മാര് കേറിയോ? ഓ, പിന്നെ ഖജനാവല്ലേ കേറി കവർന്നോണ്ട് പോവാൻ. മോള് കട്ടെടുത്ത് കാണും. വിളിച്ചു ചോദിക്കും. അനിലേ, എടി അനിലേ. ഇങ്ങോട്ട് വന്നില്ലേ അമ്മേ? മുറിയില് കണ്ടില്ല. ഇങ്ങോട്ടൊന്നും വന്നില്ല. അനിലേ, എടി അനിലേ, 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 അനിലേ. എന്താ അമ്മേ? ഇത് രാത്രിയിൽ അവളിട്ടിരുന്ന ചുരിദാറാണല്ലോ. ഡ്രസ്സൊക്കെ മാറിയിട്ട് പെണ്ണെവിടെ പോയി? അവളുടെ ബാഗും തുണിയൊന്നും കാണുന്നില്ലല്ലോ. പിന്നെ പെണ്ണിത് എവിടെ പോയി? മനീഷേട്ടാ, എന്താന്നൊന്ന് നോക്ക് മനുഷ്യേ. ഇത് മരുന്നിന്റെ കുറിപ്പാ. എന്നാലും ഉണ്ടായിരുന്ന ചില്ലറ എടുത്തോണ്ട് ഇവളിത് എവിടെ പോയതാ? അനിലേച്ചിയുടെ കയ്യില് ഒരു പഴയ മൊബൈൽ ഉണ്ടായിരുന്നല്ലോ, അതിവിടെ ഉണ്ടോന്ന് നോക്കാം.
അനിലയാ. എടുക്ക്. ഹലോ, ഞാൻ അനിലയാ മനുഷ്യേട്ടാ. നീ എവിടെ തൊലയാൻ പോയി കിടക്കുവാടി? രാജേഷേട്ടന്റെ വീട്ടിലേക്ക് പോവാ ഞാൻ. നമ്മുടെ വീട്ടിൽ നിന്നിട്ട് എന്താ? ഞാൻ കൈനഗിരിക്കുള്ള ബസ്സിൽ കയറി. ബസ് ഇപ്പൊ വിടും. അമ്മയോട് പറഞ്ഞേക്കണേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അമ്മയെ പിന്നെ വിളിച്ചോളാം. എടി, ഹലോ ഹലോ, ഫോൺ കട്ടാക്കി. അനിലേച്ചി ഒറ്റയ്ക്ക് പോയാൽ എങ്ങനെയാ മനുഷ്യേട്ടാ? ബൈക്കിൽ ചെന്ന് വിളിച്ചോണ്ട് വാ. ഞാനോ? മിണ്ടരുത് നീ. തന്നിഷ്ടത്തിന് തുള്ളിച്ചാടി പോയതല്ലേ? ചെല്ലട്ടെ അങ്ങോട്ട്. അവളും അവളുടെ ഒരു രായേഷേട്ടനും. ബൈക്കും കൊണ്ടൊന്ന് പോവാൻ പറ അമ്മ. ദേ, ലൈലയോടാ പറഞ്ഞത് മിണ്ടരുതെന്നു. ഇവളുടെയൊക്കെ കാര്യത്തിന് പോവാനേ എനിക്ക് സൗകര്യമില്ല. നീയേ പെങ്ങന്മാരുടെ കാര്യം നോക്ക് നാങ്ങളായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. ഒരുത്തി ചത്തു വീർത്തി കിടക്കുന്നു അറിഞ്ഞപ്പോഴേ ആണോന്ന് പോയി നോക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. കഷ്ടകാലത്തിന് അത് അവളല്ലാതായി പോയി. ആണെങ്കി ആ ശല്യം തീർന്നു കിട്ടിയാനെ. മനീഷേ, കൊറേ പെങ്ങന്മാര്. ആ, അനിലയായിരിക്കും. അമ്മച്ചിയെ കയ്യോടെ വിളിക്ക. ചെന്നെടുക്ക്. ഇന്നത്തോടെ തീർക്കും ഞാൻ അവളുടെ അഹങ്കാരം. എന്താടി നിനക്ക് വേണ്ടേ? സുധയായിരുന്നോ? ഒന്നുമില്ല മോളെ. എന്തൊക്കെയുണ്ട് നിനക്ക് വിശേഷങ്ങൾ? കുറച്ചു ദിവസം ആയല്ലോ. പറ. ആഹാ, എന്നിട്ട് ആണോ? മോള് സമാധാനിക്കേ. ഞാൻ ശേഖരേട്ടനോട് സംസാരിക്കാം. അതും ഇതുമൊക്കെ ചിന്തിച്ചു കൂട്ടി അസുഖമൊന്നും നീ വരുത്തി വെക്കില്ലേ സുധേ? ശരി മോളെ. സുധയായിരുന്നു. അവൾക്കാണെങ്കിൽ അതിനേക്കാൾ പ്രശ്നം. ശേഖരേട്ടന് എന്ത് ചെയ്താലും ബാക്കി പൈസ കൊടുക്കുന്നില്ല. അതെ, അമ്മയുടെ ആംഗ്ല അല്ലെങ്കിൽ തന്നെ ആർക്കാ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുത്തിട്ടുള്ളത്? സുധയോട് ഒട്ടും സ്നേഹമില്ലാത്ത പോലെ പെരുമാറുന്നത്. പുള്ളിക്കാരനെ സ്നേഹിക്കാനേ വേറെ ആളുണ്ട്. രഘുവരന്റെയും വീട്ടുകാരുടെയും മട്ടുമാറി തുടങ്ങി. അവരെ സുധയെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കാൻ തുടങ്ങി. സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അവളെ എന്നെ വിളിച്ചത്. മനസ്സിന്റെ വിഷമം ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ? ആ, പിന്നെ വിഷമം ഹോൾസെയിലായിട്ടൊക്കെ ഏറ്റെടുക്കാൻ അമ്മ തയ്യാറാണല്ലോ. ഇങ്ങനെ മനുഷ്യപ്പറ്റില്ലാതെ സംസാരിക്കാതെ മനീഷേ. അതെ, എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. അമ്മ എന്തിനാ ഈ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ വലിച്ചുവാരി തലേ വെക്കുന്നേ? ശേഖരമ്മാവനോട് സംസാരിക്കണമെന്ന് പോലും. അതെ, അങ്ങേര് സുധേച്ചിയുടെ അച്ഛനാ. അച്ഛനും മകളെ വേണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ? അല്ല, സുധ നമ്മുടെ ആരാ? നമ്മളെ അല്ല, അമ്മയെ പറ്റിച്ച് ലക്ഷങ്ങൾ കൊണ്ടുപോയ ആളാ ശേഖരമാവൻ. ആദ്യം അക്കാര്യം പോയി സംസാരിക്കും. എന്നിട്ട് മതി സുധയെ രക്ഷിക്കുന്നത്. അതെ, ആവശ്യത്തിന്റെ 10 ഇരട്ടി പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അതിനിടയ്ക്കാ ഒരു സുധ. അമ്മ ശകലം മുമ്പ് പറഞ്ഞല്ലോ, പെങ്ങന്മാരുടെ കാര്യം അന്വേഷിക്കാത്ത ആങ്ങളെയാ ഞാനെന്ന്. ഒരു കാര്യം ഓർക്കണം, ഞാൻ ആങ്ങളെ മാത്രമൊന്നുമല്ല, ഒരു മകൻ കൂടിയാ. ആ നിലയ്ക്ക് എന്റെ എന്തെല്ലാം കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് നിങ്ങൾ. സ്വന്തം മോളായ അമ്പിളിയെ കാണാതായിട്ട് മാസം 1 ആവുന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കണോ, അതോ ഈ കുടുംബത്തെ പറ്റിച്ച ശേഖരമാവന്റെ മകളുടെ കേസ് ഏറ്റെടുക്കണോ? ഏതാ അമ്മയ്ക്ക് വലുത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഡേ, ആ ഷർട്ടും എടുത്തു തന്നെ. വീട്ടിലേക്കെന്നും പറഞ്ഞ് ഇപ്പൊ താൻ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയേണ്ടത്. വീട്ടിലേക്കെന്ന് ഞാൻ പറഞ്ഞതല്ല, വീട്ടിലേക്ക് തന്നെയാ പോകുന്നത്. ഉദയനൂരേക്ക്. എന്തിനാത്? ഞാൻ ഇവിടെ നിൽക്കുന്നതിലും നല്ലത് അതാണെന്ന് പറഞ്ഞ ആരാ? ഓ, കാഷ്വലായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ച്. അങ്ങനെ വെറുവാക്ക് പറയുന്ന ആളല്ലല്ലോ. ഓരോ വാക്കിനും അതിൻ്റെതായ അർത്ഥമുണ്ടെന്ന് എന്നെ എത്ര തവണ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. അമ്മയും കൂടി കൂട്ടിക്കൊണ്ടു പോണം. ആരെ? എന്റെ അമ്മേ.
ഇലഞ്ഞിക്കൽ ചെന്ന് അമ്മയെ വിളിച്ചോണ്ട് വേണം മുത്തശ്ശിയെ കാണാൻ പോവാൻ. വിദ്യേച്ചിയാണോ ഈ പദ്ധതി ഇട്ടത്? അല്ല, ഞാൻ അമ്മയെ വിളിച്ച് പറയായിരുന്നു. അതെ, അവിടെ ലേറ്റ് ആവൊന്നുമില്ല. അമ്മ റെഡിയായി നിൽക്കും. ചെന്ന ഉടനെ നമ്മൾ ഇറങ്ങും. എന്താ പറഞ്ഞത്? നമ്മളോ? അതെ, ഉദയന്നൂരേക്ക് പിന്നെ എന്നെ കൊണ്ടുവിടുന്ന ആരാ? ഇവിടെ കാറുണ്ട്, ഡ്രൈവറുണ്ട്. നല്ല കഥയായി. ഡ്രൈവറോടൊപ്പം ഇവിടുത്തെ അമ്മ എന്നെ അയക്കും തോന്നുന്നുണ്ടോ? അതും ഇത്രയും ദൂരം. താൻ ഒരുപാടങ്ങ് സ്മാർട്ടാവാൻ നോക്കല്ലേ, ബോറാവും. കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്യണമെന്ന് എനിക്ക് ഒരു മോഹമില്ല. രണ്ട് അപരിചിതരെ പോലെ ഒരേ വണ്ടിയിൽ പോകുന്നതിനും എത്രയോ ഭേദ ബസ്സിലെ യാത്ര. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാ ഇവിടുത്തെ അമ്മ സമ്മതിക്കണ്ടേ. ഇനി മകൻ നേരിട്ട് സംസാരിച്ച അമ്മയോട് അനുവാദം വാങ്ങാമെങ്കിൽ ഡ്രൈവറോടൊപ്പം പോവാൻ ഞാൻ റെഡിയാ. അതെ, അപ്പൊ സംസാരിക്കല്ലോ അമ്മയോട്, അല്ലേ? വിദ്യേച്ചിയും തന്നെയും ഉദയന്നൂരിന് ഗേറ്റ് വരെ കൊണ്ടുവിടും ഞാൻ. അതിനപ്പുറം ഞാനോ എന്റെ കാറോ വരില്ല. ഇവിടെ വരെ വന്നതല്ലേ, ഒന്ന് കയറിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞാൽ ആ നിമിഷം തിരിച്ച് യാത്രയായിരിക്കും. ഞാൻ മാത്രമല്ല, താനും ഉണ്ടായിരിക്കും ആ കാറിൽ.